യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഒത്തിരി സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമായ പ്രക്രിയയാണെന്ന് നമ്മൾ കണ്ടു. അതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. അത് നമുക്ക് ആ എപ്പിസോഡിൽ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഈ എപ്പിസോഡിൽ നമ്മൾ ആ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട ഫിലിപ്പച്ചനെ നിങ്ങളുടെ പേരിൽ യേശുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഫിലിപ്പച്ച, മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനായിട്ട് കർദിനാൾ സംഘമാണ് അതിനുവേണ്ടി അവരെ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ചു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് ആർക്കൊക്കെയാണ് യോഗ്യത അല്ലെങ്കിൽ അർഹര് എന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്ന ഏത് പുരുഷന്മാരായിട്ടുള്ള ആർക്കും അർഹതയുണ്ട് എന്ന് പറയുമ്പോൾ അൽമായർക്കും ആകാം. അൽമായർക്ക്, പുരോഹിതർക്ക്, മെത്രാന്മാർക്ക്, കർദിനാളന്മാർക്ക്, അവർ ആർക്കെങ്കിലും ആകാം. സഭയുടെ ചരിത്രത്തിൽ അൽമാരായിട്ടുള്ള ആളുകൾ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അൽമായൻ സഭയുടെ ചരിത്രത്തിൽ അത് ലെയോ 10 എന്ന പേരിൽ അറിയപ്പെട്ട മാർപ്പാപ്പയാണ്. ഏത് കാലഘട്ടത്തിലായിരിക്കും അദ്ദേഹം? അത് 1513 അച്ഛാ, അൽമായരെയും മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കുവാൻ പരിഗണിക്കപ്പെടും എന്ന് അച്ഛൻ പറഞ്ഞെങ്കിൽ ഈ അൽമായന് എന്തെങ്കിലും ഒരു യോഗ്യത വേണമല്ലോ, അല്ലെങ്കിൽ എന്ത് മാനദണ്ഡത്തിലാണ് ഇങ്ങനെ അൽമായരെ ഇതിലേക്ക് പരിഗണിക്കുന്നതെന്ന് ഒന്ന് പറയാമോ? അതൊരു നല്ല ചോദ്യമാണ്. അങ്ങനെ അൽമായ തിരഞ്ഞെടുക്കപ്പെടുന്ന അൽമായന് വേണ്ട യോഗ്യതയുണ്ട്. ഇപ്പോൾ സഭാ സമൂഹത്തിൽ അറിയപ്പെടുന്ന, അംഗീകാരമുള്ള, സഭയോട് വിശ്വസ്തത പുലർത്തുന്ന അങ്ങനെയുള്ള ആളുകളാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അങ്ങനെയുള്ള ആളുകളെയാണ് വാസ്തവത്തിൽ ചരിത്രത്തിൽ ഇങ്ങനെ ചുരുക്കമായിട്ടെങ്കിലും അൽമായരുടെ ഇടയിൽ നിന്ന് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള യോഗ്യത അവർക്കുണ്ടായിരുന്നു. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുത്തിരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന അൽമായരോ വൈദികരോ ഒക്കെ മാർപ്പാപ്പ ആകാൻ യോഗ്യരാണെന്ന് പറയുമ്പോഴും അത് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭാവിശ്വാസികൾക്ക് അതിന് യോഗ്യതയുണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് മഹാഭൂരിപക്ഷം മാർപ്പാപ്പമാർ ഇറ്റാലിയന്മാരായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു. പക്ഷേ ഏഷ്യ അല്ലെങ്കിൽ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ആരും തന്നെ ഇതുവരെയായിട്ട് ഒരു മാർപ്പാപ്പയായതായിട്ടുള്ള ചരിത്രമില്ല. അങ്ങനെ ഒരു എന്തോ ഒരു അപാകത പോലെ പലർക്കും തോന്നുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ആളുകളുമുണ്ട്. സഭയുടെ ആരംഭഘട്ടത്തിൽ ഇറ്റലി, യൂറോപ്പിന് പുറത്തു നിന്നൊക്കെ ചുരുക്കമായിട്ടെങ്കിലും മാർപ്പാപ്പന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ സാറ് ചോദിച്ചതുപോലെ നൂറ്റാണ്ടുകളായിട്ട് പിന്നീട് സഭയിൽ നിന്ന് ഉള്ള മാർപ്പാപ്പന്മാരായിട്ട് വന്നിരിക്കുന്നത് മഹാഭൂരിപക്ഷം ഇറ്റലിയിൽ നിന്ന് തന്നെയാണ്. അത് അംഗീകരിക്കുന്നുള്ള. പക്ഷെ പിന്നീട് നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജോൺ പോൾ 1 മാർപ്പാപ്പയ്ക്ക് ശേഷം വന്നിട്ടുള്ള ജോൺ പോൾ 2 മാർപ്പാപ്പയും പിന്നീട് വന്നിട്ടുള്ള ബെനഡിക്റ്റ് മാർപ്പാപ്പയും അതിനുശേഷമുള്ള ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയും മറ്റ് ഇറ്റലിക്ക് പുറത്തു നിന്നുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അദ്ദേഹം അർജന്റീനയിൽ നിന്നാണ് വന്നത്.
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യൂറോപ്പിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹം പോളണ്ടിൽ നിന്നാണ് വന്നത്. ബെനഡിക്റ്റ് മാർപ്പാപ്പ യൂറോപ്പിൽ നിന്നാണ്, അദ്ദേഹം ജർമ്മനിയിൽ നിന്നാണ് വന്നത്. അപ്പം മറ്റ് അർജൻറ്റീനയിൽ നിന്ന് ആണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 മാർപ്പാപ്പമാരാണ് ഇറ്റലിക്ക് പുറത്തു നിന്ന് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന മാർപ്പാപ്പമാർ. പക്ഷേ എന്തുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ പിന്നീട് യൂറോപ്പിൽ നിന്ന് മാർപ്പാപ്പമാർ കൂടുതലായിട്ട് വന്നു എന്നുള്ള ചോദ്യത്തിന് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർദിനാൾ സംഘമാണല്ലോ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം കർദിനാൾ സംഘത്തിൽ കൂടുതൽ കർദിനാളന്മാർ യൂറോപ്പിൽ നിന്ന്, പ്രത്യേകിച്ച് ഇറ്റലിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇറ്റലിയിൽ നിന്നുള്ള കർദിനാളന്മാരുടെ സംഖ്യ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കർദിനാളന്മാരെക്കാളും കൂടിയത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവർ പരസ്പരം അറിയും എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ വത്തിക്കാനിലെ പ്രധാനപ്പെട്ട കൂരിയാകളിലെ ഓഫീസുകളിലെ തലവന്മാരായിട്ടുള്ളവരും അവിടെ ശുശ്രൂഷ ചെയ്തവരും എല്ലാവരും തന്നെ ഇറ്റലിക്കാരാണ്. അപ്പം പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കർദിനാളന്മാരാണെങ്കിൽ ഇവരെയാണ് കൂടുതലായിട്ട് പരിചയപ്പെടുകയും ഇവരുടെ കഴിവാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മാർപ്പാപ്പമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇവരെ ഒന്ന് പരിഗണിക്കാനായിട്ടുള്ള കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ അത് പക്ഷേ ഈ കാലയളവിൽ എന്ന് പറയുമ്പം കുറേ പതിറ്റാണ്ടുകളായിട്ട് ഈ കർദിനാളന്മാരെ നിയമിക്കുമ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള കർദിനാളന്മാർ വരണമെന്നുള്ള ഒരു ചിന്ത കൂടുതലായിട്ട് വത്തിക്കാൻ വന്നിട്ടുണ്ട്. അതനുസരിച്ച് കൂടുതൽ പേരെ യൂറോപ്പിന് പുറത്തു നിന്നുള്ള ആൾക്കാരെ കർദിനാളന്മാരായിട്ട് അവരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഇറ്റലി അല്ലെങ്കിൽ യൂറോപ്പ് ആണെന്ന് കൂടുതലായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ കൂടുതൽ കർദിനാളന്മാർ ഈ അടുത്ത കാലത്ത് അവരോധിക്കപ്പെട്ടിട്ടുണ്ട്. കർദിനാളന്മാരായിട്ട് കൂടുതൽ മെത്രാന്മാർ അവരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചിന്തയ്ക്ക് ഇങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സാറ് പറഞ്ഞതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കത്തോലിക്കരുടെ സംഖ്യ വർദ്ധിച്ചു വരുന്നു. അതുപോലെ വിശ്വാസം അവിടെ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നു. ഈ കഴിഞ്ഞ മാർപ്പാപ്പയുടെയൊക്കെ തിരഞ്ഞെടുപ്പിലും അതിന് മുമ്പുമൊക്കെയുള്ള തിരഞ്ഞെടുപ്പിലുമൊക്കെ ഈ ആഫ്രിക്കയിൽ നിന്ന് മാർപ്പാപ്പ ഉണ്ടായേക്കും എന്നുള്ളൊരു അഭ്യൂഹം ഈ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ ചിലരുടെ പേര് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ അടുത്ത കാലയളവിൽ അധികം താമസിക്കാതെ തന്നെ ആഫ്രിക്കയിൽ നിന്നോ ഏഷ്യയിൽ നിന്നോ ഒക്കെ ഒരു പക്ഷേ മാർപ്പാപ്പ ആയിട്ട് ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. അച്ഛാ, നമുക്ക് അടുത്തതായിട്ട് ചിന്തിക്കാൻ ആയിട്ട് തോന്നുന്നത് എങ്ങനെയാണ് മാർപ്പാപ്പയുടെ വോട്ടിംഗ്, അതിനെക്കുറിച്ചൊന്ന്, ആ പ്രക്രിയയെക്കുറിച്ചൊന്ന് വിവരിച്ചാൽ നന്നായിരിക്കും. അത് ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അതിൻ്റെ വോട്ടിങ്ങിൻ്റെ പ്രോസസ്സും അതും ഒരു സങ്കീർണമായിട്ടുള്ള ഒരു നടപടിയാണത്. കോൺക്ലേവ് തുടങ്ങുന്ന ദിവസം, സമ്മേളനം തുടങ്ങുന്ന ദിവസം രാവിലെ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. വിശുദ്ധ കുർബാന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് നടക്കുന്ന വിശുദ്ധ കുർബാന. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ച് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള സമ്മേളനം ആരംഭിക്കുന്നു ഉച്ചകഴിഞ്ഞ്. അപ്പോൾ ആ ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു തവണ വോട്ടെടുപ്പ് നടക്കും. ഉച്ചകഴിഞ്ഞ് ഒരു തവണ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു 2/3 വോട്ട് കിട്ടുന്ന ആളാണ് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചകഴിഞ്ഞ് നടക്കുന്ന വോട്ടെടുപ്പിൽ ആരും തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ പിന്നീട് പിറ്റേ ദിവസമാണ് വോട്ടെടുക്കുന്നത്. പിറ്റേ ദിവസം, അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം വോട്ടെടുക്കപ്പെടും. പിറ്റേ ദിവസം രാവിലെ 2 തവണയും, ആ 2 തവണ പിറ്റേ ദിവസം രാവിലെ 2 തവണയും ഉച്ചകഴിഞ്ഞ് 2 തവണയാണ്. അപ്പം രാവിലത്തെ വോട്ടെടുപ്പിൽ, പിന്നീടുള്ള വോട്ടെടുപ്പിൽ വീണ്ടും നിശ്ചിത വോട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വീണ്ടും വോട്ടെടുപ്പാണ്. അതായത് 2/3 കിട്ടുന്നത് വരെ വോട്ടെടുപ്പ് എന്നുള്ള പ്രക്രിയ തുടർന്നു കൊണ്ടുപോവുകയാണ്. എത്ര ദിവസം വരെയും പോകണം അങ്ങനെയൊക്കെ? അതേക്കുറിച്ചും ഉണ്ട്. അതായത് രാവിലെ 2 വോട്ടെടുപ്പ്, ഉച്ചകഴിഞ്ഞ് 2 വോട്ടെടുപ്പ്, 4 ഒരു ദിവസം. 4. പിന്നെ അടുത്ത ദിവസം വോട്ടെടുപ്പ് രാവിലെ ഉച്ചകഴിഞ്ഞും. ഞാൻ പറഞ്ഞത് ഇത് ലഭിക്കുന്നത് വരെ എന്നുള്ളതാണ്.
പക്ഷെ ഇതിനെക്കുറിച്ചുള്ള നിയമമുണ്ട്. ഉം. അപ്പം ലഭിക്കുന്നത് വരെയാണ്. അപ്പം പിറ്റേ ദിവസം രാവിലെ 2 വോട്ട് എടുപ്പ്, ഉച്ച കഴിഞ്ഞ് 2 വോട്ട് എടുപ്പ് 2-ാം ദിവസം. അപ്പോഴെട്ടായി. പിന്നെ 3-ാം ദിവസം അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ 3-ാം ദിവസം രാവിലെ 2, ഉച്ച കഴിഞ്ഞ് 2. അപ്പോൾ 12 അതിന് മുമ്പ് ഒരു ദിവസം 13 വോട്ടായി. അതെ, 13 ദിവസമായി. 13 പ്രാവശ്യമായി. അപ്പം 3 ദിവസം കഴിഞ്ഞിട്ടും വോട്ടെടുപ്പിൽ ആർക്കും നിശ്ചിത വോട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വോട്ടെടുപ്പ് ഉണ്ടാവില്ല. ആ ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട്, വിചിന്തനത്തിനായിട്ട് മാറ്റിവെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസത്തെ ഇടവേള, വീണ്ടും വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. അതും പഴയതുപോലെ തന്നെ. പഴയതുപോലെ രാവിലെ 2, ഉച്ച കഴിഞ്ഞ് 2. അപ്പം 4 തവണ. അങ്ങനെ വീണ്ടും 3 ദിവസം കഴിഞ്ഞിട്ടും വോട്ടെടുപ്പിൽ ആർക്കും വേണ്ട വോട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട 1/2 വോട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് റൗണ്ട് അതെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ദിവസത്തെ പ്രാർത്ഥന, പരിചിന്തനം, പിന്നെ അവരുടെ ഇടയിൽ തന്നെ അവർക്ക് തമ്മിൽ തന്നെ സംസാരിക്കാനായിട്ട്, ഔദ്യോഗികമായിട്ടല്ല അനൗദ്യോഗികമായിട്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു ഇടവേളയാണ് വസ്തുത്തിൽ. അത് കഴിഞ്ഞിട്ട് 3-ാം തവണയും പറഞ്ഞ പോലെ വോട്ടെടുപ്പ് പ്രക്രിയ ആരംഭിക്കുകയാണ്. അപ്പം വീണ്ടും വോട്ടെടുപ്പ്. അതിന് 3 ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല എങ്കിൽ അപ്പോൾ അത് 33 തവണയോ മറ്റാകും. അന്നേരത്തേക്ക് 3 റൗണ്ട് 33 തവണയോ മറ്റാകും. അപ്പോൾ അതിനും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാവുന്ന കഴിഞ്ഞാൽ പിന്നീടുള്ള ഇതിൽ തീരുമാനമാകും. എങ്ങനെയാണ് തീരുമാനമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള 2 വ്യക്തികൾ, സാധാരണഗതിയിൽ അതിനുശേഷം ഞാൻ പറഞ്ഞ കർദിനാളന്മാരാണല്ലോ സാധാരണഗതിയിൽ പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ 3-2 എന്നുള്ളതില്ല. അത് വാസ്തവത്തിൽ അതിനകത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 3-2 ഭൂരിപക്ഷം വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴ് അത് 3-2 വേണം എന്ന് മറ്റും മാറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അത് 3-2 ഭൂരിപക്ഷം വേണ്ട, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വന്നത്. പക്ഷെ ഇപ്പോഴ് അതിനുശേഷം 3-2 വേണം എന്നുള്ളതിനെ കുറിച്ച് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഏതായാലും പിന്നീട് അവസാനം വരുന്ന 33 പ്രാവശ്യത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ അകത്തൊരു തീർപ്പുണ്ടാകും. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള 2 പേരെയാണ് പിന്നീട് പരിഗണിക്കുക. അവിടെ ആ 2 പേരിൽ ആ 2 പേർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അവരിൽ ഈ പറഞ്ഞ 3-2 അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ, എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ ഇപ്പോൾ സാർ ചോദിച്ചപ്പോൾ ഞാൻ അത്ര ഇതില്ല. പക്ഷെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ കാലത്ത് അത് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് എന്ന് പറഞ്ഞാൽ 50%-ത്തിലധികം വോട്ട് കിട്ടുന്ന ആളെന്നുള്ളതാണ്. പക്ഷെ 3-2 എന്നുള്ളത് മാറ്റിയൊന്ന് എനിക്ക് ചെറിയൊരു പഴയതിലേക്ക് മാറിയെന്നൊരു സംശയമുണ്ട്. പക്ഷെ അതിൽ ഒരു തീർപ്പ് ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണ് വോട്ടെടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അത് ഡിക്ലൈൻ ചെയ്യുന്നു, അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താ നടപടി? അപ്പം ഇങ്ങനെ വോട്ടെടുപ്പ് നടന്നു കഴിയുമ്പോൾ ഇത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ഇന്നയാളെ തിരഞ്ഞെടുത്തു, ഒരാളെ നിശ്ചിത വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു, അദ്ദേഹത്തെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത നടപടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ അടുത്ത് കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ ചെന്ന് അദ്ദേഹത്തോട് താങ്കളെ സഭയുടെ നിയമമനുസരിച്ച് മാർപ്പാപ്പയായിട്ട് പത്രോസിൻ്റെ പിൻഗാമിയായി താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഈ തിരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്നുവോ അംഗീകരിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. അപ്പം അദ്ദേഹം അത് അംഗീകരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് ഏത് പേരിലാണ് മാർപ്പാപ്പയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്ന അടുത്ത ചോദ്യം. അപ്പോൾ അദ്ദേഹം ഇന്ന പേരിലാണ് താൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് കർദിനാൾ വോയ്റ്റീവ, അദ്ദേഹം സ്വീകരിച്ച പേര് ജോൺ പോൾ രണ്ടാമൻ എന്നുള്ള പേരാണ്. അപ്പോൾ അങ്ങനെ ഒരു പേര് സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
തനിക്ക് മുമ്പുണ്ടായിരുന്ന 21 യോഹന്നാൻ മാർപ്പാപ്പയോടും തൊട്ട് മുമ്പുണ്ടായിരുന്ന ജോൺ പോൾ ഒന്നാമനോടും എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു ബഹുമാനമുണ്ട്. അതുകൂടെ കൂട്ടിയിട്ടാണ് വാസ്തവത്തിൽ ജോൺ പോൾ, പ്രത്യേകിച്ച് ജോൺ പോൾ ഒന്നാമനോടുള്ളൊരു ബഹുമാനമാണ്. അങ്ങനെയാണ് ജോൺ പോൾ രണ്ടാമനവർ. വാസ്തവത്തിൽ അങ്ങനെയാണ്. ജോൺ പോൾ ഒന്നാമനെ സംബന്ധിച്ചിടത്തോളം 21 യോഹന്നാൻ മാർപ്പാപ്പയോടും അതുപോലെ പോൾ ആറാമൻ മാർപ്പാപ്പയോടുമുള്ള കൂടുതലുള്ള ഒരു സ്നേഹവും അടുപ്പവും വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ. അങ്ങനെ പേര് മാറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അങ്ങനെ ഏത് പേരിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പേര് പറയുന്നു. അപ്പോഴേ ഈ കാര്യം എലക്ട് ചെയ്യപ്പെട്ട കാര്യവും ഇന്നയാളെ എലക്ട് ചെയ്യപ്പെട്ടതെന്നും സ്വീകരിച്ചതെന്നും ഇന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും ഉള്ള കാര്യം ആ സമയത്ത് കൃത്യമായിട്ട് പേപ്പൽ മാസ്റ്റർ ഓഫ് സെറിമണി രേഖപ്പെടുത്തും. സാറ് ചോദിച്ചല്ലോ, ഒരു മാർപ്പാപ്പ അത് ഡിക്ലൈൻ ചെയ്യുകയാണ്, അതായത് അത് സ്വീകരിക്കാതിരിക്കുകയാണെന്ന് പറയും, അതിന് സാധ്യതയുണ്ട്. പക്ഷെ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ വീണ്ടും ഈ വോട്ടിംഗ് നടക്കുകയാണ്. നടപടിക്രമം ആരംഭം മുതൽ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഡിക്ലൈൻ ചെയ്തിട്ടുള്ള കേസുകൾ സഭയിൽ ചുരുക്കമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, 20-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമല്ല. അതായത് ഈ വോട്ടെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ഇത്ര വോട്ട് കിട്ടിയിട്ടുണ്ട്, താൻ ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം എന്ന ഒരു ചിന്ത വന്നെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം അങ്ങനെ ഒരാളങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് അറിയാം എന്നുള്ളതാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ തിരഞ്ഞെടുപ്പിൽ ഉള്ള മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ സ്വീകരിക്കാതിരിക്കാം. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ട്. അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മാർപ്പാപ്പ അംഗീകരിച്ചു, അദ്ദേഹം അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികൾ എന്താണ്? അതിന് ശേഷമുള്ള പിന്നീടുള്ള നടപടി എന്ന് പറയുന്നത്, അദ്ദേഹം സ്വീകരിച്ചു, അത് കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹം ഔദ്യോഗിക വസ്ത്രങ്ങൾ ഒക്കെ ധരിച്ച് ഈ ലോകം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ അതിന് മുമ്പായിട്ട് ലോകം അറിയണമല്ലോ ഇതിങ്ങനെ. വത്തിക്കാൻ സ്ക്വയറിൽ ഇങ്ങനെ ഒരുപാട് മനുഷ്യർ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാനായിട്ട്. അപ്പോൾ ഓരോ വോട്ടിങ് കഴിഞ്ഞിട്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്നറിയാനായിട്ട് മറ്റുള്ളവർക്ക്, പബ്ലിക്കിന് അറിയാതിരിക്കാൻ വെളുത്ത പുക കറുത്ത പുക എന്നൊക്കെ പറയണം. അതേക്കുറിച്ചാണ്, അത് ഞാൻ പറയാം. അപ്പം ഇത് പുറത്തിങ്ങനെ ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അവർക്കറിയാൻ രാവിലെ 2 വോട്ടെടുപ്പുണ്ട്, ഉച്ച കഴിഞ്ഞ് 2 വോട്ടെടുപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഈ വോട്ടെടുപ്പിൽ ഈ ആരെങ്കിലും മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് അറിയിക്കണമെങ്കിൽ ചെയ്യുന്നൊരു കാര്യം, ഈ ബാലറ്റ് പേപ്പർ, നമ്മൾ വോട്ടിനിട്ട ആ പേപ്പർ എല്ലാം കൂടെ കൂടി അവിടെ വത്തിക്കാൻ്റെ ആ അസിസ്റ്റൻ്റ് ചാപ്പിൽ തന്നെ അവിടെ വെച്ച് കത്തിക്കുകയാണ്. അപ്പം കത്തിക്കുമ്പോൾ അതിൻ്റെ പുക ഒരു ചിമ്മിനിയിലൂടെ പുറത്തേക്ക് പോകും. ഈ പുക പുറത്തേക്ക് വരുന്നത് ആളുകൾ കാണാനായിട്ട് അവർക്ക് കാണത്തക്ക വിധത്തിലാണ് ഈ പുക പുറത്തേക്ക് വിടുന്നത്. ഈ പുക നോക്കിയിട്ടാണ് വാസ്തവത്തിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്നുള്ളത് അവർ നിശ്ചയിക്കുന്നത്, ആളുകൾ അറിയുന്നത്, നിശ്ചയിക്കുന്നതല്ല അറിയുന്നത്. അപ്പോൾ ഈ ബാലറ്റ് പേപ്പർ കത്തിക്കുമ്പോൾ ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരുന്നു എന്ന് ലോകത്തെ അറിയിക്കാനായിട്ട് ഈ വെളുത്ത പുകയുണ്ടാകത്തക്ക വിധത്തിലുള്ള കെമിക്കൽസ്, രാസപദാർത്ഥം കൂടെ ആ സമയത്ത് കടലാസിൻ്റെ കൂടെ കത്തിക്കും. വെളുത്ത പുക വന്നു കഴിഞ്ഞാൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നറിയും. ഇനി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാലറ്റ് പേപ്പറിൻ്റെ കൂടെ കറുത്ത പുക വരത്തക്ക വിധത്തിലുള്ള ഈ കെമിക്കൽസ് വയ്ക്കും. അങ്ങനെയാണ് പുറം ലോകം അറിയുന്നത്. അപ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പുകയിലൂടെ അവരറിയും. അത് കഴിഞ്ഞിട്ട് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ഔദ്യോഗിക വസ്ത്രം ധരിച്ച് വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലുള്ള മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഒരു നടപടിക്രമമുണ്ട്. അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് നമുക്കൊരു പാപ്പായെ ലഭിച്ചു എന്ന്, ഹബേമൂസ് പാപ്പ, വി ഹാവ് എ പോപ്പ്, നമുക്കൊരു പാപ്പ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യം അറിയിക്കുകയാണ്, ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു. അത്
കർദിനാൾ സംഘത്തിലെ കാർഡിനൽ ഡീക്കൻ, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു കർദിനാൾ വന്നിട്ടാണ് ആളുകളുടെ മുമ്പിൽ അത് പ്രഖ്യാപനം നടത്തുന്നത്. കൂടുതലായിട്ടൊന്നും പറയില്ല. നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഇന്നതാണ്, അദ്ദേഹം ഇന്ന ആളാണ്, അദ്ദേഹം ഇന്ന പേരാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പിൻവാങ്ങും. അതിനുശേഷം തുടർന്ന് പുതിയ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ഔദ്യോഗിക വസ്ത്രമൊക്കെ ധരിച്ച് അതേ ബാൽക്കണിയിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ ഹർഷാരവത്തോടുകൂടി ഈ ആളെ, ഒരുപക്ഷെ ഈ ആളെ ഈ കാത്തിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ജോൺ രണ്ടാമൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ അധികം കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇറ്റലിക്ക് പുറത്തുനിന്നുമാണ്, അവർ പ്രതീക്ഷിച്ചിരുന്നുമില്ല. അപ്പോൾ ഹർഷാരവത്തോടുകൂടി അവർ സ്വീകരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ലോകത്തിനും നഗരത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ആശീർവാദവും അദ്ദേഹം നൽകുന്നു. ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന നടപടിയുടെ ക്രമം അവസാനിക്കുന്നത്. അപ്പോൾ ഒരേ കാലയളവിൽ ഒന്നിൽ കൂടുതൽ മാർപ്പാപ്പ സഭയെ ഭരിച്ചിരുന്നു എന്നുള്ള ഒരു അറിവ്, അതിനെക്കുറിച്ച് സംശയമുണ്ട്. അതിനെക്കുറിച്ച് എന്താ അച്ഛന് പറയാനുള്ളത്? അതായത് വാസ്തവത്തിൽ നിയമപരമായിട്ട് ഇപ്പോൾ ഒരാൾ മാർപ്പാപ്പയാണെന്ന് നമ്മൾ പറയുന്ന നിയമപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളെയാണ് വാസ്തവത്തിൽ മാർപ്പാപ്പയായിട്ട് എന്ന് പറയുന്നത്. അതായത് കർദിനാൾ സംഘം, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കർദിനാൾ സംഘം ഔദ്യോഗികമായിട്ട് വിളിച്ചുകൂട്ടപ്പെട്ട അതാണ്. കാർഡിനൽ ഡീൻ വിളിച്ചുകൂട്ടിയ ആ കർദിനാൾ സംഘം, അതാണ് ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് യഥാർത്ഥത്തിൽ മാർപ്പാപ്പ എന്ന് പറയുന്നത്. അതേസമയം സാറ് പറഞ്ഞതുപോലെ ചരിത്രത്തിൽ എതിർ പാപ്പാപ്പകൾ എന്ന് പറയും, ആൻറ്റി പോപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകൾ നിയമപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. മാർപ്പാപ്പയാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെടുന്ന കുറച്ച് സപ്പോർട്ടേഴ്സും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവരെ സഹായിക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് പണ്ടത്തെ കാലത്ത് ചില രാജാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവർ തന്നെ സ്വയം പിൻവാങ്ങുകയോ അവരെ ഇങ്ങനെ നിയമപരമായിട്ട് ശിക്ഷ നടപടി എടുക്കുകയൊക്കെ ചെയ്തിട്ട് മാറിപ്പോയിട്ടുള്ളവരാണ്. അപ്പോൾ ആൻറ്റി പോപ്സ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട്. സഭയെ ഭരിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കുറേ ആളുകളുടെ സപ്പോർട്ടും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിയമപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലാത്തത് കൊണ്ട് അവരെ പോപ്പായിട്ട് പരിഗണിക്കുന്നില്ല, മാർപ്പാപ്പയായിട്ട് പരിഗണിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് നമ്മളിപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരുന്നത് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിന് നടപടിക്രമങ്ങളെക്കുറിച്ച്, വോട്ടെടുപ്പിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചു. വളരെ സങ്കീർണമായ ആ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതെങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഈ കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് നിങ്ങളുടെ പേരിൽ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ യേശുനാമത്തിൽ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.